ഓക്കെ, താങ്ക് യു. എത്ര വലിയ ക്രിമിനലായിട്ടായിരിക്കും 4 ജീപ്പിൽ കയറി വരുന്നത്? പോലീസ് ജീപ്പിൽ കയറുന്നവരൊക്കെ ക്രിമിനൽസ് ആവണമെന്നില്ല, VIP-കളും ആവാം. അമ്മോ, നല്ല വിവരം കഴിവൊക്കെ ഉണ്ട്. വലിയവര് പറയുന്നത് കേൾക്ക്, അപ്പോഴേ വലുതാവൂ. മറ്റുള്ളവരെ വിട്, നിങ്ങൾ പറയുന്നത് കേൾക്കാം. പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് വാങ്ങിച്ചു തരാവോ? വിവരം കൂടി പോയതിന്റെ കുഴപ്പാ. എവിടുന്നാണാവോ വരവ്? കേരളത്തിലെ നമ്പർ 1 FM റേഡിയോ സ്റ്റേഷൻ ഇത് റേഡിയോ മിർച്ചി 98.3. സംഗതി ഹോട്ടാണ്. ട്രാഫിക് പോലീസ് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്റ്റൈലായിട്ട് പറയും, നമുക്ക് അവരെ അറിയാം ഇവരെ അറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ ജാട കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇപ്പൊ ഒരു പാട്ട് കേട്ടാ മതി. കോടിയാ കത്തി പോകുന്ന കണ്ടില്ലേ? എന്റെ പ്രാണം കൊടുത്ത് ഞാൻ കൊണ്ടുവന്ന. സാറോ? രവി, ബിച്ചു എസ്കേപ്പായി. പ്രഭുവിനെയും 3 കോൺസ്റ്റബിൾസിനെ അവൻ കൊന്നു. നെക്സ്റ്റ് ടാർഗറ്റ് നീയാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷികളെ ക്രിമിനൽസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പേരും അഡ്രസ്സും മാറ്റി മറ്റൊരിടത്തേക്ക് അയക്കും. വിറ്റ്നസ് റീലൊക്കേഷൻ പ്രോഗ്രാം എന്ന് പറയും. ഒരു 4-5 മാസം എല്ലാവരും വിട്ടു മാറി നിൽക്കേണ്ടി വരും. ബിച്ചുവിനെ കിട്ടിയാൽ യു ക്യാൻ കം ബാക്ക്. എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ, എന്താച്ചാ? നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ചീത്ത പറയുന്നത്. ഇപ്പൊ നിന്നെ പിരിയണമെന്ന് ഓർക്കുമ്പോ വിഷമമുണ്ട്. നിന്റെ അച്ഛന് വിഷമമല്ല, നിനക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാ. അച്ഛന് മാത്രമല്ല, അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും പേടിയുണ്ട്. ഞാൻ പോലീസിനെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിലാണല്ലോ എനിക്കിപ്പോ നാട് വിടേണ്ടി വരുന്നത്. ഓ സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സിംഗപ്പൂരോ മലേഷ്യയിലോ അമേരിക്കയിലോ എവിടെ വേണേ പോയിക്കോളാം. അത്രയ്ക്ക് ബഡ്ജറ്റ് ഒന്നും ഇല്ല രവി. മാക്സിമം ക്യാപിറ്റൽ സിറ്റി വരെ അയക്കാം. ക്യാപിറ്റൽ സിറ്റിയാ? ദേ സാറേ, ഈ കേരളത്തിൽ തന്നെ നിൽക്കാനാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്നൂടെ? ഇത്ര കഷ്ടപ്പെട്ട് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകേണ്ട കാര്യം എന്താ? ആ സ്ഥലത്തേക്ക് അവർക്ക് എപ്പോ വേണേ വന്ന് എന്നെ തെരഞ്ഞു പിടിച്ച് കൊല്ലാവുന്നേ ഉള്ളൂ സർ. ഇല്ല സർ, ആ സ്ഥലത്തേക്ക് സാർ എത്ര പറഞ്ഞാലും ഞാൻ പോവില്ല സർ. ദയവ് ചെയ്ത് സാറിനെ നിർബന്ധിക്കരുത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സർ, ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ഞാൻ പോയിക്കോളാം. രവി, ഫസ്റ്റ് ടൈമാ സർ പേപ്പറിൽ ഫോട്ടോ. കുറച്ച് സ്റ്റൈലായിട്ട് എടുക്കാൻ പറ. ആക്സിഡന്റ് ഫോട്ടോയ്ക്ക് എക്സ്പ്രഷൻ എന്തിനാടാ? കറക്റ്റ് സർ, സീരിയസ് ലുക്ക് കൊടുക്കാം. എടാ, മരിച്ചവർക്ക് എക്സ്പ്രഷൻ ഉണ്ടാവാറില്ല. ആ കറക്റ്റ് സർ, ഡെഡ് ലുക്ക് കൊടുക്കാം. എടുത്തോളാം പറ. എന്റെ അച്ഛൻ അടിക്കുന്ന അടിക്ക് പിള്ളേര് കണക്ക് ഓടിക്കുമെന്ന് അറിയില്ലെങ്കിലും ആ പിച്ചു അടിച്ചാൽ എന്റെ അച്ഛൻ ഒറ്റ അടിക്ക് തീരുമെന്ന് ഉറപ്പല്ലേ സർ? അതുകൊണ്ട് ഞാൻ മരിച്ചു പോയെന്നറിഞ്ഞാൽ ആ ബിച്ചു കുറച്ച് റിലാക്സ്ഡ് ആയി അവന്റെ പണി നോക്കിക്കോളും. അവിടെ സേതുരാമൻ എന്ന എന്റെ ബാച്ച്മേറ്റ് ഉണ്ട്, നല്ല ഫ്രണ്ടാ. നീ ജോലിക്ക് വേണ്ടിയാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അവന്റെ വീട്ടിൽ താമസിക്കാം. പിന്നെ ബിച്ചുവിന്റെ കാര്യം മാത്രം മിണ്ടരുത്, അവനല്പം ധൈര്യം കുറവാണ്.
വർഷത്തെ സർവീസിൽ ഇത് ഒരു തവണ പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം നിന്റെ കരുണ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആയി തീരില്ലല്ലോ. ഡേയ്, സാർ ആ മണിയോടെ വെക്ക്. എങ്ങനെ സാർ കണ്ടത്? എടാ വിഡി, നടക്കുമ്പോ സൗണ്ട് വരില്ലേടാ. ഉം. ഇത് കുലിക്കേണ്ടത് ഇങ്ങനെയും കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയും. സാറിന് എന്തൊരു ബുദ്ധിയായത്. ഞാൻ സാറിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയല്ലേ. സ്റ്റേഷനിൽ ആരോ വരുന്നുണ്ട്, കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞിട്ട്. ഓ അതോ, 8:30 ട്രെയിൻ. ഇനി എത്രയോ സമയമുണ്ട്. അതിനിടയ്ക്ക് ടിഫിൻ കൂടി ചേച്ചി, കഴിച്ചേക്കാം. ഈ കോമൺ ബാത്റൂം എവിടെയാ? അവിടെ താങ്ക്സ്. ആരാടിയത്? ആ 8:45. ദൈവമേ, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോടാം. ഇനി പോകണ്ട. രവിനാരായണൻ, അതെ, സേതുരാമൻ IPS. എനിക്കറിയാം. ഞാനും രാജ്മോഹൻ പറഞ്ഞിട്ടുണ്ട്. ഈ അഡ്രസ് അന്വേഷിച്ചു. കോഫി കുടിക്കാം. എനിക്കും. ഇത് രവി. ആവറേജ് ലുക്കുണ്ട്. അകത്ത് പോയി സംസാരിക്കേ. ആ ഫോണിൽ റെസ്റ്റ് കൊടു. അച്ഛ, ഡോണ്ട് എംബാരസ് മീ. ഇതാരാ? എന്റെ മൂത്ത മോള്. കൊള്ളാം സർ. അറിയാം. നോക്കരുത്. അവൾക്ക് ആൾറെഡി കല്യാണം ഉറപ്പിച്ചിരിക്കുക. പയ്യൻ പൈലറ്റ്. വേണമെങ്കിൽ നീ ഇവന്റെ കൂടെ ഇഷ്ടം പോലെ കറങ്ങിക്കോ. ഇവൾ എന്റെ ഭാര്യ ലളിത. ഹലോ. ഇപ്പോഴിവിടെ ദേഷ്യപ്പെട്ടു പോയത് നേഹ. അകത്ത് നാണിച്ചിരിക്കുന്നത് ഓഹ. അപ്പൊ ഇതോ? നിഹാൽ. മൊത്തത്തിലൊരു ഹാഫ് ഫാമിലി ആണല്ലോ. ദോ അവൻ ഒരു കള്ളൻ. നിനക്കെങ്ങനെ അറിയാം? മണം വരുന്നുണ്ട്. എന്റെ പെർഫ്യൂം മോഷ്ടിച്ചു. സോറി, അവനൊരു എക്സ് കള്ളനാ. എപ്പോഴൊക്കെ മോഷ്ടിച്ചാലും അപ്പോ തന്നെ പിടിക്കപ്പെടുന്നത് അവന്റെ സ്പെഷ്യാലിറ്റി. അമ്മോ, സോറി ചേച്ചി, മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇതാരോടും പറയണ്ട കേട്ടോ. ഏയ് കസ്റ്റഡി മാൻ. എങ്ങോ ആരും ജോലി കൊടുക്കാത്തോണ്ട് കുരിശ് ഇപ്പൊ എന്റെ തല ഇരിക്ക. ഹായ്. ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ രണ്ടാമത്തെ മോള്. ഓ, എത്ര വയസ്സായി? 8 years, 2003 born. അപ്പൊ സാറിന് വേറെ ജോലി ഇല്ലായിരുന്നോ? എന്താടോ ഈ പറയുന്ന ലേഡീസ് ഇരിക്കുമ്പോ? എന്താളിയാ എല്ലാരും ഹാളിൽ നിൽക്കുന്നേ? ബെഡ്റൂം കാലിയല്ലാത്തോണ്ടാ? ഒന്ന് ചുമ്മാ ഇരിയളിയാ. പിന്നല്ലാതെ. ഇട ക്രിമിനൽസിന് വീട്ടിൽ കൊണ്ടുവരുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറയണം? അതെ, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോ ജീപ്പ് കേടായി പോയി. നിന്നോട് ലിഫ്റ്റ് ചോദിക്കാൻ കയറിയതാ. സുഖാണോ ഏട്ടാ? ആ, കോഫി കുടിക്കുമല്ലോ അല്ലേ? ബിരിയാണി ആയിക്കോട്ടെ. ആരോട് ഇങ്ങനെ പെരുമാറണം അറിയില്ല. കോഫി കുടിക്കുമെന്ന് ചോദിച്ചു. എന്താളിയാ കേസ്? കമ്മീഷണർ വീട്ടിൽ നിന്ന് കോസ്റ്റ്ലി ബീർ മോഷ്ടിച്ചെന്ന് ഇന്നലെ മുതൽ എത്ര തല്ലിട്ട് എവിടെ വെച്ചിരിക്കുന്നെന്ന് പറയുന്നില്ല. നീ ചോദിച്ചിട്ട് വാ. ആരാ സാർ ഇത്? OR വാസുദേവ്, വലിയ CI, ഇന്ററോഗേഷൻ സ്പെഷ്യലിസ്റ്റ്. ബൈ ബൈ. വലിയ വലിയ ക്രിമിനൽസിനെ വരെ തറപറ്റിച്ചിട്ടുണ്ട് അവൻ. ചുമ്മാ ഇരിയളിയാ, നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പുകഴ്ത്തരുത്. അങ്ങനെയുള്ള അളിയനോട് ഇവനൊന്നും പറയുന്നില്ലെന്ന് വെച്ചാൽ? അതാണളിയാ എനിക്ക് മനസ്സിലാവാത്തത്. കല്ല്, ചെയിന്, ലാത്തി, അതൊന്നും പോരാഞ്ഞിട്ട് നഖത്തിൽ മൊട്ടസി വരെ കയറ്റി. കമ്മീഷണർ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അത് വിറ്റ ഷോപ്പുകാരൻ തന്നെയാണ് സാർ മോഷ്ടിക്കാൻ പറഞ്ഞത്. എല്ലാം ട്രൈ ചെയ്തെന്ന് പറഞ്ഞോണ്ടാ പെൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഇവന് കുറച്ച് പൂക്കളെയും പെണ്ണുങ്ങളെയും കാണിച്ചു കൊടുക്കടാ. വല്ലാതെ വയലന്റ് ആയവൻ.